Computer Arithmetics. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ബേസിക് കമ്പ്യൂട്ടർ അരിത്തമാറ്റിക്സ് വിത്ത് റെസ്പെക്ട് ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ we will be dealing basic arithmetics with binary language. ബേസിക് കമ്പ്യൂട്ടർ അരിത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. ബേസിക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇപ്പോൾ ബൈനറി നമ്പേഴ്സിനെ ആയിരിക്കും നമ്മളിവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പേഴ്സ് അല്ല. സോ ബൈനറി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ബേസിക് കമ്പ്യൂട്ടർ അരിത്തമാറ്റിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ്സ് ആൻഡ് നോട്ട് ഡെസിമൽ നമ്പേഴ്സ്. എന്തുകൊണ്ട് ബൈനറി and not decimal? The information handled in computer by electronic or electrical components. So electronic components രണ്ട് ബൈനറി മോഡലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് 2 സ്റ്റേറ്റ്സ് ഉള്ളൂ, ഓണും ഓഫും. ഓൺ എന്ന് പറയുന്നത് 1, ഓഫ് എന്ന് പറയുന്നത് 0. അതുപോലെ തന്നെ ഈ റീഡിംഗ് ആണ് നമ്മുടെ ബൈനറി സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 ഡിജിറ്റേ ഉള്ളൂ, 0 and 1. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ട്. ആ ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ 2 സ്റ്റേറ്റ്സ് ഓൺ ആൻഡ് ഓഫ്, അത് വെച്ചിട്ടാണ് നമ്മൾ ബൈനറി ഡിജിറ്റ്സിലത്തെ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. ബൈനറി സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ സർക്യൂട്ട്സ് only have to handle the 2 binary digits, and that makes simple internal circuit design less expensive and more reliable circuits. So the arithmetic rules or processes are only possible with the binary numbers and hence not decimal numbers. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫ്യൂ മോഡ്സ് കാണാം. ബൈനറി മോഡിൽ എങ്ങനെയാണ് നമ്മുടെ ഈ സംഭവങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസസിനെ നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ബൾബ് ആണെന്നുണ്ടെങ്കിൽ ഓണും ഓഫും സ്റ്റേറ്റ് ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഓൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1ഉം ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0. സ്വിച്ചും അതുപോലെ തന്നെ ഓണും ഓഫും ആണ്. ഓൺ ആകുമ്പോൾ 1, ഓഫ് ആകുമ്പോൾ 0. അപ്പൊ സർക്യൂട്ടിൽ എങ്ങനെയാണ് നമ്മളത് കാണുന്നത്? സർക്യൂട്ട് പൾസ് ഓൺ ആകുമ്പോൾ ഹൈ ആയിരിക്കും, സർക്യൂട്ട് പൾസ് ഓഫ് ആയിരിക്കുമ്പോൾ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിതിൽ കാണാം, ഈ ഫിഗറിൽ നമുക്ക് കാണാം. ഇതുണ്ടോ, ഹൈ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പോസ് ആണ്. ഫ്ലാറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആണ്. നെക്സ്റ്റ് ബൈനറി അരിത്തമാറ്റിക്സിലോട്ട് നമുക്ക് പോകാം. ബൈനറി അരിത്തമാറ്റിക്സ് വിത്ത് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് only we involve 0 and 1. എങ്ങനെയാണ് നമുക്ക് ഓരോന്നുള്ളത് കാണാം. ഫസ്റ്റ് we can have a look on binary addition. അതിൽ തന്നെ നമ്മൾ കുറച്ച് റൂൾസ് പഠിക്കണം. ആ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബൈനറി അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് ദ റൂൾസ് ഫോർ ബൈനറി അഡീഷൻ. ബൈനറി അഡീഷന്റെ റൂൾസ് എന്ന് പറയുന്നത് കോമൺ ലോജിക് ആണ്. 0 plus 0 equal to 0, 0 plus 1 equal to 1, 1 plus 0 equal to 1. ഇനി അടുത്തത് ലോജിക് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. 1 plus 1 equal to 0 plus the carry of 1 to the next higher column. നമുക്ക് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിന്റെ ടേംസിൽ ഈ ഒരു റൂള് നമുക്കൊന്ന് ആലോചിക്കാം. 1 plus 1, സപ്പോസ് ദിസ് 1 is ഡെസിമൽ നമ്പർ ആണ് വിചാരിക്കും. എന്തായിരിക്കും 1 plus 1? 2 ആണ് അല്ലെ. ആ 2 ഒന്ന് ബൈനറി ആക്കി നിങ്ങൾ 1, 0 ആണ് ബൈനറി വാല്യൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് ഒരു ഡിജിറ്റലി എഴുതാൻ സാധിക്കും. അപ്പൊ നാച്ചുറലി നമ്മളിപ്പോ 1, 0 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ LSB ആണ് എഴുതാൻ സാധിക്കുക. LSBയിൽ കിടക്കുന്നത് 0 ആണ്. അപ്പൊ 0 അവിടെ എഴുതിയിട്ട് 1 എന്ന് പറയുന്ന MSB അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് നെക്സ്റ്റ് ഹയർ കോളത്തിലോട്ടാണ് ക്യാരി ഓവർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ റൂൾ ഇതാണ്. 1 plus 1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു സെയിം 1 plus 1 is equal to 2. 2 എന്ന് പറയുന്നത് 2ന്റെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1, 0. നാച്ചുറലി നമ്മൾ അത് എഴുതുമ്പോൾ നമുക്ക് ഒരു ഡിജിറ്റ് എഴുതാനേ സാധിക്കുള്ളൂ. LSB ആണ് നമ്മൾ എഴുതാം 0. MSBയിൽ വേറെ 1നെ നമ്മൾ നെക്സ്റ്റ് ഹയർ കോളത്തിലോട്ട് ആഡ് ചെയ്യും. നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് കാണാം. ബൈനറി അഡീഷൻ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ആർ ആഡിങ് 10011 ആൻഡ് 1001. ഇതൊരു 5 ബിറ്റ് നമ്പറും ഇതൊരു 4 ബിറ്റ് നമ്പറുമാണ്. കുഴപ്പമൊന്നുമില്ല.
രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം, ബൈനറി ഫോമുല, ഡെസിമൽ ഫോമുല. ഫസ്റ്റ് വി ക്യാൻ ലുക്ക് ഇൻ ബൈനറി. 10011 പ്ലസ് 1001. നമുക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇത് രണ്ട് നമ്പറും 5 ഡിജിറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കുറവുള്ള നമ്പറിന്റെ MSB നിങ്ങൾക്ക് 0 അപ്ലൈ ചെയ്യാം. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. LSB എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നോർമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂണിറ്റ് പ്ലേസിൽ നിന്ന് തുടങ്ങുന്ന പോലെ ബൈനറി നമ്പറിന്റെ LSB എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. റൂൾ നമുക്കറിയാം. 1+1 എന്ന് പറയുന്നത് എന്താണ്? 1+1 0 വിത്ത് ക്യാരി 1. ക്യാരി 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയർ കോളത്തിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ഈ ക്യാരി 1+1 എന്ന് പറയുന്നത്? വീണ്ടും 0 വിത്ത് ക്യാരി 1. ആ ക്യാരി 1 അവിടെ എഴുതി. ഇവിടെ ഉള്ള 0+0 എന്ന് പറയുന്നത് 0 തന്നെ. ഇനി ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ നമ്പേഴ്സിനെ രണ്ടിനെ ആഡ് ചെയ്യാം. 1+0 എന്ന് പറയുന്നത് 1 and that added to the carry. 1+1 എന്ന് പറയുന്നത് വീണ്ടും 0 വിത്ത് ക്യാരി 1. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇനി അടുത്ത ഇതിലോട്ട് പോകാം. 0+0 0 and 0 added to carry 1 becomes 1. ഇനി ഇവിടെ 0+1 1 1 താഴേക്ക് എടുത്തിരിക്കും. അപ്പോ അഡീഷണൽ. ഇനി ഇതിന്റെ ഇക്വാലന്റ് ഡെസിമൽ എന്ന് നമുക്ക് നോക്കാം. ഈ നമ്പറിന്റെ ഇക്വാലന്റ് ഡെസിമൽ എന്ന് പറയുന്നത് 19 ആണ്. ഈ നമ്പറിന്റെ ഇക്വാലന്റ് എന്ന് പറയുന്നത് 9 ആണ്. സോ 19+9 എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ് അല്ലെ? ഇവിടെ നമുക്ക് ക്യാരി വരുമ്പോൾ നമ്മൾ യൂണിറ്റ്സ് പ്ലേസിലെ നമ്പർ എഴുതിയിട്ട് നെക്സ്റ്റ് ടെൻസ് പ്ലേസിലെ നമ്പർ അപ്പുറത്തെ ക്യാരി ഓവർ ആണ് ചെയ്യാറ് അല്ലെ? നെക്സ്റ്റ് ഹയർ കോളത്തിലോട്ട് ക്യാരി ഓവർ ചെയ്യണം. അതേ മെത്തഡാണ് നമ്മൾ അഡീഷണലും യൂസ് ചെയ്യുന്നത്. അപ്പോ നെക്സ്റ്റ് എക്സാമ്പിൾ കാണാം. 1 0 1 1 1 1 1 0 1 1. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് ഫ്രം ദി LSB. 1+1 0 വിത്ത് ക്യാരി 1. ഇവിടെ 3 1 ആവുമ്പോ 1 1 ആണ്. 1 വിത്ത് 1. അപ്പൊ 3 1 എന്ന് പറയുമ്പോ എങ്ങനെയാണ് വരുന്നത്? 1+1 0 അതിന്റെ ക്യാരി 1 ഇവിടെ കൊടുത്തു. 0+1 1. റൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? 3 1s എന്ന് പറയുന്നത് 3 ആണ്. ബൈനറി ഓഫ് 3 എന്ന് പറയുന്നത് 1 1 ആണ്. അപ്പൊ ഇവിടെ ഒരു 1 എഴുതി, അടുത്ത 1 ഇവിടെ ക്യാരി ചെയ്തു. ഇനി ഈ 1 ക്യാരി 1+1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1 അവിടെ കൊടുത്തു. ഇവിടുത്തെ 0യും ഈ 0യും കൂടി ചേർന്ന് ഇവിടെ 0 ആയി. ഇനി ഈ 1ഉം 0യും 1 1+0 1 and 1+1 0 again with another carry 1. Here also we get equivalent 2 എന്ന് പറയുന്നത് 0 with carry 1. and ഇവിടെ ഒരു carry 1 ഉണ്ട്, ഒരു 1 ഉണ്ട്, and that makes again 2, that is 1 0. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പൊ നമ്മൾ അഡീഷനിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കൊരു ക്യാരി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ we write it to the MSB. MSBയിലോട്ട് നമ്മൾ അപ്പൻഡ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യില്ല. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം സബ്ട്രാക്ഷനിൽ നമ്മൾ ഇത് വേറെ മെത്തേഡിലാണ് ചെയ്യുക. ഇതിന്റെ ഡെസിമൽ ഇക്വാലന്റ് ഒന്ന് നോക്കൂ. ഈ നമ്പറിന്റെ ഡെസിമൽ ഇക്വാലന്റ് എന്ന് പറയുന്നത് 39. സെക്കൻഡ് നമ്പറിന്റെ ഡെസിമൽ ഇക്വാലന്റ് എന്ന് പറയുന്നത് 27. സോ ബോത്ത് ആഡിങ് വി ഗെറ്റ് 66. ഇത്രയുമാണ് നമ്മുടെ ബൈനറി അഡീഷൻ. നെക്സ്റ്റ് നമുക്ക് ബൈനറി സബ്ട്രാക്ഷൻ കാണാം.